ഈ വീഡിയോ ഞാനൊരു റാങ്കിങ് അടിസ്ഥാനത്തിലല്ല പറയുന്നത്. ഞാൻ തിരഞ്ഞെടുത്ത ഒരു സീസണിൽ തീരുന്ന 3 സീരീസുകൾ മാത്രമാണിവ. അല്ലാതെ പെട്ടെന്ന് കാണാവുന്ന സീരീസുകൾ അല്ലെങ്കിൽ മിനി സീരീസിൻ്റെ ലിസ്റ്റ് മറ്റൊരു വീഡിയോയിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആദ്യത്തേത് ഒരു മിനി സീരീസാണ്, ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. 2001 ഇറങ്ങിയ HBO-യുടെ 10 എപ്പിസോഡുകളടങ്ങിയ ഒരു മിനി സീരീസാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈസി കമ്പനി എന്ന അമേരിക്കൻ ആർമിയുടെ 101ാം എയർബോൺ ഡിവിഷന്റെ കഥയാണ് ഈ സീരീസ് പറയുന്നത്. ഹിസ്റ്ററി ഡ്രാമ ജോണറിൽ പെടുന്ന ഈ സീരീസ് റിയൽ ഇൻസിഡൻസിനെ ആസ്പദമാക്കി നിർമ്മിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇതൊരിക്കലും ഒരു ഡോക്യുമെന്ററി മൂഡിലാണെന്ന് പറയാനും പറ്റില്ല. ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന ആക്ഷൻ രംഗങ്ങളും വാർ സീക്വൻസുകളും ഇതിലുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യൂറോപ്പിൽ എത്തുന്ന കുറച്ച് യുവാക്കളുടെ ട്രെയിനിങ് വന്നത് മുതൽ യുദ്ധം കഴിയുന്നത് വരെയുള്ള കാലത്തെ കഥയാണിത്. അങ്ങേയറ്റം റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സീരീസിന്റെ ട്രീറ്റ്മെന്റ്. വർഷങ്ങൾ നീണ്ട ഒരു യുദ്ധത്തെ വെറും മണിക്കൂറുകൾക്കുള്ളിൽ കാണിക്കുക എന്ന ചലഞ്ചാണ് മിക്ക വാർ സിനിമകളും നേരിട്ടിട്ടുള്ളത്. അതിനാൽ അത്തരം ഒരു കഥയെ 10 എപ്പിസോഡുകളാക്കി പറഞ്ഞപ്പോൾ അത് സിനിമകൾക്ക് കഴിയാത്തൊരു പൂർണ്ണത കൈവരിച്ചു. സേവിംഗ് പ്രൈവറ്റ് റയാൻ എന്ന ടോം ഹാങ്ക്സ് സ്പീൽബർഗ് ചിത്രം യുദ്ധത്തിന്റെ തീവ്രത ഒട്ടും നഷ്ടപ്പെടാതെ നമുക്ക് വിസ്മയമായി മാറിയ ഒരു സിനിമയാണ്. എന്നാൽ ഈ സിനിമ നിർമ്മിക്കുന്ന വേളയിലാണ് ടോം ഹാങ്ക്സിനും സ്റ്റീവൻ സ്പീൽബർഗിനും ഇത് പോരാ, കുറച്ചുകൂടി നന്നായി ഒരു വാർ മൂവി എടുക്കണമെന്ന് തോന്നിയത്. എന്നാൽ സിനിമയുടെ സമയപരിധി ഒരു പ്രശ്നമായി. അങ്ങനെ അവർ പ്രൊഡ്യൂസേഴ്സ് ആയി ഈ സീരീസിനെ നിർമ്മിക്കാൻ തീരുമാനിച്ചു. സേവിംഗ് പ്രൈവറ്റ് റയാനിലെ പല ലൊക്കേഷനും ഈ സീരീസിനും ഉപയോഗിച്ചിട്ടുണ്ട്. സീരീസിൽ യുദ്ധത്തിൽ പങ്കെടുത്ത യഥാർത്ഥ ജവാന്മാർ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ കഥാപാത്രങ്ങൾക്ക് ഒറിജിനൽ പേര് നൽകാത്തതുകൊണ്ട് അവർ മരിക്കുമോ ജീവിക്കുമോ എന്ന സസ്പെൻസ് അവസാനം വരെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത മേക്കിങ്ങും യുദ്ധത്തിന്റെ തീവ്രത മനസ്സിലാക്കി തരുന്ന അഭിനേതാക്കളും ചേർന്ന് ഈ സീരീസിനെ ലോകത്തിലെ ഏറ്റവും മികച്ച TV സീരീസിൽ ഒന്നാക്കി മാറ്റി. വാർ മൂവീസ് ഇഷ്ടമുള്ളവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാവും ഇതെന്ന് ഉറപ്പാണ്. 2001 ഇറങ്ങി 19 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഇതാണ് ഏറ്റവും റേറ്റിംഗുള്ള TV സീരീസ് എങ്കിൽ അതിന് കാരണം അത് ബാൻഡ് ഓഫ് ബ്രദേഴ്സ് അർഹിക്കുന്നു എന്നത് തന്നെയാണ്. അടുത്ത സീരീസാണ് ട്രൂ ഡിറ്റക്റ്റീവ്. ഇതൊരു ആന്തോളജി സീരീസാണ്. 3 സീസൺ ഉണ്ടെങ്കിലും ഓരോ സീസണും ഓരോ കഥയാണ്. ഞാൻ പറയുന്നത് ആദ്യത്തെ സീസണെ കുറിച്ച് മാത്രമാണ്. 2012 കഥ നടക്കുന്നത്. 1995 നടന്ന ഒരു സീരിയൽ കില്ലിങ്ങിന്റെ അന്വേഷണ ചുമതലയുള്ള 2 ഡിറ്റക്റ്റീവ്സ് ആണ് റസ്റ്റ് കോൾ, മാർട്ടി ഹാർട്ട് എന്നിവർ. അന്നത്തെ അവരുടെ കേസ് അന്വേഷണത്തെക്കുറിച്ച് 17 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്റർവ്യൂ നടക്കുന്നു. അതിൽ അവർ അന്വേഷണത്തെക്കുറിച്ച് ഓർത്തെടുക്കുന്നതും ആ കേസ് അവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്നതുമാണ് സീരീസിന്റെ കഥ. പ്രത്യക്ഷത്തിൽ ഒരു വേശ്യ പെൺകുട്ടിയുടെ മരണം എന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന ഈ കേസ് കൂടുതൽ ഭീകരമായി ഒന്നായി മാറുന്നത് വരും എപ്പിസോഡുകൾ കാണാൻ കഴിയും. ഒരുപാട് ടെക്നോളജിയും ഒന്നുമില്ലാതെ കൂടുതലും ചോദ്യം ചെയ്യലിലൂടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പൊതുവെ സാധാരണക്കാരനായ മാർട്ടി തന്റെ പാർട്ണറെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു. എന്നാൽ തന്നെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്ത പ്രകൃതക്കാരാണ് കോൾ. ഇവർ തങ്ങളുടെ വ്യത്യാസങ്ങൾ മറച്ചുവെച്ച് ഈ അന്വേഷണം എങ്ങനെ കൊണ്ടുപോകുന്നു എന്നാണ് ഈ സീരീസിന്റെ പ്രധാന പ്ലോട്ട് പോയിന്റ്. മെമ്മറീസ് ഓഫ് മർഡർ എന്ന കൊറിയൻ സിനിമ ഒക്കെ നമുക്ക് നൽകുന്ന ഒരു വൈബാണ് ട്രൂ ഡിറ്റക്റ്റീവ് നിന്ന് കിട്ടുക. ക്രൈം മിസ്റ്ററി ജോണറിൽ പെടുന്ന ഈ സീരീസിൽ ആക്ഷൻ രംഗങ്ങളോ കാർ ചേസ് പോലുള്ള സീനുകളോ ഒന്നുമില്ല. അതൊക്കെ പ്രതീക്ഷിച്ച് ആരും തലവെക്കരുത്. സ്ലോ പേസിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. ആദ്യത്തെ ചില എപ്പിസോഡുകൾ അല്പം ക്ഷമയോടെ കണ്ടാൽ പിന്നെ ഒരു അസാധ്യ പേ ഓഫ് ആണ് കിട്ടാൻ പോകുന്നത്. ഇതിലെ ഡയലോഗുകൾ എല്ലാം ഒരുപാട് ഡെപ്ത് ഉള്ളവയാണ്. അതെല്ലാം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. 8ൽ 7 എപ്പിസോഡുകൾക്കും 9ന് മുകളിൽ റേറ്റിംഗ് എന്നത് തന്നെ വളരെ അപൂർവമായ ഒന്നാണ്. ശേഷം 2 കഥകൾ വീണ്ടും 2 സീസണുകളായി വന്നെങ്കിലും അവയ്ക്കൊന്നും ആദ്യ സീസണിന്റെ ഒപ്പം എത്താനായില്ല. നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി മാത്രം ഈ സീരീസ് കാണുക, അല്ലെങ്കിൽ നിരാശയാകും ഫലം. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നിരാശയാവില്ല എന്ന് കരുതുന്നു. ഈ ലിസ്റ്റിലെ അവസാനത്തെ സീരീസാണ് ഫാർഗോ. ഈ ലിസ്റ്റിൽ ഏറ്റവും എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സീരീസാണിത്. ഇതും ഒരു ആന്തോളജി സീരീസാണ്. ഇറങ്ങിയ 3 സീസണും 3 കഥയാണ്. ഞാൻ പറയുന്നത് ആദ്യ സീസണെ കുറിച്ചാണ്. ഐസ് കൊണ്ട് ചുറ്റപ്പെട്ട മിനസോട്ട എന്ന ഒരു ചെറിയ ടൗണിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതിന്റെ പ്രധാന കഥ. ഒരു സാധാരണക്കാരനായ ഇൻഷുറൻസ് സെയിൽസ്മാനാണ് ലെസ്റ്റർ നൈഗാർഡ്. അയാൾ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് പോലീസ് അന്വേഷിക്കുന്ന ഒരു ക്രൂരനായ വാടക കൊലയാളിയെ കാണുന്നതും അയാളുടെ മാനിപ്പുലേഷനിൽ വീണ് ലെസ്റ്റർ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ ചെയ്യുന്ന കാര്യങ്ങളുമാണ് ഈ സീരീസിന്റെ ആദ്യ സീസണിലെ പ്രധാന കഥ. സ്പോയിലർ ആയേക്കാം എന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ക്രൈം, മിസ്റ്ററി, ഡ്രാമ ഇതൊന്നും പോരാത്തതിന് ബ്ലാക്ക് കോമഡി കൂടി ചേർന്നാണ് ഈ സീരീസ്. ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിലെ വില്ലന്റെ അഭിനയത്തെക്കുറിച്ചാണ്. TV സീരീസുകളിൽ ഏറ്റവും മികച്ച വില്ലന്മാരിൽ ഒരാളായി മാൽവോ എന്ന ക്യാരക്ടർ നിലനിൽക്കും. മാൽവോ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ആകെ ഒരു ത്രിൽ മൂഡാണ്. പ്രധാന റോൾ ചെയ്തിരിക്കുന്നത് മാർട്ടിൻ ഫ്രീമാൻ ആണ്. ഇതിൽ ആരാണ് നായകൻ ആരാണ് വില്ലൻ എന്ന് പറയാൻ പറ്റാത്ത പോലുള്ള ഒരു സ്റ്റോറിയാണ്. ഈ സീരീസ് കണ്ടാൽ മിനസോട്ടയിലേക്ക് ഒരു യാത്ര പോകണമെന്ന് തോന്നിയാൽ തെറ്റ് പറയാനാകില്ല. അത്ര മനോഹരമാണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി. അത് സീരീസിനെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുന്നു. അവസാന എപ്പിസോഡിലൊക്കെ ശ്വാസം അടക്കി പിടിച്ച് മാത്രമേ കാണാൻ പറ്റൂ. ആങ്സൈറ്റി ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ ഈ സീരീസിന് 100 മാർക്കാണ്. സാധാരണക്കാരായ ആൾക്കാർ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്താൽ എത്തിപ്പെടുന്ന സിറ്റുവേഷനും അതിന്റെ കെട്ടുപാടുകളെല്ലാം ഈ സീരീസിൽ നമുക്ക് കാണിച്ചു തരും. ആദ്യ ഷോട്ട് മുതൽ തന്നെ കഥയിലേക്ക് കടക്കുന്ന സീരീസ് പിന്നെ ഓരോ എപ്പിസോഡുകൾക്ക് ശേഷവും മേലോട്ട് തന്നെയാണ് ഗ്രാഫ് പോകുന്നത്. ഒരു നിമിഷം പോലും ബോറടിക്കാനുള്ള ചാൻസ് സീരീസ് തരുന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഏറ്റവും നല്ല ചോയ്സാണ് ഈ സീരീസ്. കണ്ടാൽ ഒരിക്കലും നഷ്ടമാവില്ല എന്ന് ഉറപ്പാണ്.